മരണം നടന്ന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ചേട്ടനുണ്ട് എന്ന് അങ്ങനെ കഴിവല്ല, നമുക്കറിയാൻ കഴിയും. അതിപ്പം എന്താ പറയാ, ഈ പോലീസ് അന്വേഷണങ്ങളിൽ നമ്മളുടെ കണ്ടെത്തലുകൾ ഉപകാരപ്പെടാറില്ലേ? അങ്ങനെ നിയമപ്രകാരം പറയാൻ അനുവാദമില്ല. അനുവാദമില്ല. പക്ഷെ എന്തായാലും നമ്മൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അത് നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറയുന്ന പോലെ കണ്ടാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അത് ഇപ്പം എങ്ങനെയൊക്കെ പോകുന്നല്ലോ ഒരു തെളിവ് ബാക്കി. അതുപോലെ ഈ പഠിച്ച് ബുക്കിൽ എഴുതിയ ഇതും രീതിയും ഹൃദയത്തിൻ്റെ രീതിയൊക്കെ വ്യത്യാസമുണ്ട്. ബുക്കിൽ എഴുതിയത് പഠിച്ചത് 2-3 പേരുടെ ശാസ്ത്രജ്ഞന്മാരുടെ അറിവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2-3 മൃതദേഹങ്ങളുടെയോ 4-5 മൃതദേഹങ്ങളുടെയോ ഒരു ശാസ്ത്രം കണ്ടെത്തുന്നത് ഒന്നല്ലെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞൊരു വാഹനത്തിൻ്റെ ക്വാളിറ്റി കണ്ടെത്തുന്ന ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന 1000 വാഹനങ്ങളിൽ നിന്ന് വെറും 4 വാഹനം തിരഞ്ഞെടുത്തിട്ടാണ് എന്ന് പറഞ്ഞ പോലെ മൃതദേഹങ്ങളുടെ ബുക്കിൽ ശാസ്ത്രത്തിൽ എഴുതി വെച്ചാൽ കണ്ടെത്തലുകൾ കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ആശന്മാർ പറഞ്ഞ പല കാര്യങ്ങളും ബുക്കിലില്ല. അപ്പോൾ അങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല, സാർമാരും വായിച്ച് കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ആ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അതായത് ഒരു മൃതദേഹവും ഒരേപോലെ ഇന്ന് വരെ ഒരു സാഹചര്യത്തിലും കിടന്നിട്ടില്ല. അതായത് ഒരേപോലെ മരണപ്പെട്ടാണെങ്കിലും ഒരേ രീതിയിലാവില്ല അത് അവരുടെ മരണം സംഭവിച്ചേക്കണതും. പറഞ്ഞത് ജീവൻ ശരീരം നഷ്ടപ്പെടുന്നത്, അനുഭവിക്കുന്ന വേദനകൾ, മരിക്കെടുക്കുന്ന സമയങ്ങൾ. ഇപ്പോൾ സൈനൈഡ് കഴിച്ചാൽ ഒരാളിപ്പോൾ ഒരു 3 സെക്കൻഡ് കൊണ്ട് ആൾ മരണപ്പെടുമെങ്കിൽ ചിലപ്പോൾ അടുത്ത ആൾ ചിലപ്പോൾ 4 സെക്കൻഡ് കൊണ്ടായിരിക്കും മരണപ്പെട്ട് കിടക്കുന്ന ആൾ ചിലപ്പോൾ പിന്നോട്ട് വീണായിരിക്കും, മറ്റാൾ മുന്നോട്ട് വീണായിരിക്കും. അത് മൃതദേഹ രൂപഘടനയ്ക്ക് മാറ്റം എന്തായാലും ഒരുപോലെ ഒരു മൃതദേഹത്തിനും വരില്ല. അത് പറഞ്ഞ അത് മരണപ്പെട്ട് വീണ് കഴിഞ്ഞാൽ മൃതദേഹം ചിലപ്പോൾ ഒരാൾ വീണിട്ട് ഒന്നുകൂടി പിടച്ചെന്ന് വരാം, അത് ഇച്ചിരി ജീവൻ നീണ്ടു നിന്ന് വരാം. ഒരേപോലെ ഒരു മൃതദേഹം കിടക്കില്ല എന്ന് പറഞ്ഞോളൂ. ഇതില് ഇപ്പൊ ഒരു കൊലപാതകം നടന്ന വീട്ടിലാണെങ്കിൽ ചേട്ടൻ ചെല്ലുന്നെങ്കിൽ ഇതിന്റെ മൃതദേഹത്തിന്റെ ബാക്കിയുള്ള നടപടികളെല്ലാം അതെങ്ങനെ കറക്റ്റ്? കൊലപാതകമല്ല, മൃതദേഹത്തിന്റെ കാര്യം പറയാം. കൊലപാതകം നമുക്ക് അതിലൂടെ കണ്ടു. നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മൃതദേഹം കിടക്കുന്നത്, മൃതത്തിന്റെ മുടിയിഴകൾ മുതൽ കാലിന്റെ ഉള്ളംകാലിന്റെ മണ്ണ് വരെ നമ്മൾ പരിശോധിക്കും. വിരലും നഖം വരെ പരിശോധിക്കും. മൃതദേഹം പൂർണ്ണമായിട്ട് എല്ലാം പരിശോധിക്കും നമുക്ക്. പിന്നെ അതിനു മുമ്പ് അതിന്റെ പരിസരം പരിശോധിക്കും. സ്ഥാനമാനങ്ങൾ, കസാരയുടെ, പേപ്പറിൻ്റെ, ഫാനിൻ്റെ, ലൈറ്റിൻ്റെ, മറ്റു സ്വിച്ചിൻ്റെ, ചവിട്ടി വീണ മണ്ണിൻ്റെ, ഉറുമ്പ് വന്നിട്ടുണ്ടോ, ഉറുമ്പ് അരിച്ചിട്ടുണ്ടോ, എന്ത് വേണ്ടത്, എന്തെങ്കിലും രക്തം എവിടെയെങ്കിലും പോയിട്ട് തുടച്ചു വെച്ചിട്ടുണ്ടോ, വെള്ളം തുറന്നിട്ടിട്ട് എത്ര പൈപ്പിൽ വെള്ളം പോയിട്ട് എന്തുവരുന്നവർ, അങ്ങനെയുള്ള A to Z കാര്യങ്ങൾ മൃതദേഹം മർഡറാണെന്ന് തോന്നിയാൽ, സംശയാസ്പദമായതാണെങ്കിൽ നമ്മൾ പരിശോധിക്കും. ആത്മഹത്യ എന്നാണ് വിലയിരുത്തലെങ്കിൽ നമ്മൾ അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കുള്ളൂ. ഒരു മൃതദേഹം ഒരാൾ ഒരു സ്ഥലത്ത് മരണപ്പെട്ടെന്നത് പറഞ്ഞില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു തൂങ്ങി മരണം. ഞാൻ കണ്ടിരുന്നു ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൂങ്ങി മരിച്ചെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ആൾ മരിച്ചെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഡോക്ടറാണ് തീരുമാനിക്കുക. ആർക്ക് വേണമെങ്കിലും അഴിച്ചെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ആ നിയമം. മരണം വന്നിട്ടല്ല ഉദ്ദേശിച്ചത്. മരണം വന്നു കഴിഞ്ഞാൽ മരണപ്പെട്ട് ആരും പറയേണ്ടും കാര്യമില്ല. അതല്ല, ഒരാൾ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ നിയമമാണ് ഞാൻ പറയണ, അതിന് യാതൊരു നിയമ തടസ്സമില്ല. ആർക്ക് വേണമെങ്കിലും ഒരാൾ തൂങ്ങി കഴിഞ്ഞാൽ അഴിച്ചിറക്കി ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇനിയിപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടെന്ന് വിചാരിക്കും, ഇതാദ്യം ഞാനായിരിക്കും കണ്ടാകണം. ഞാൻ പോയിട്ട് പോലീസിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പോലീസിന് മൊഴി കൊടുക്കണം. ഞാൻ ആദ്യം ഇവിടുത്തെ പോലീസിനെ അറിയിക്കും. എന്നിട്ട് പോലീസ് വന്ന കാര്യങ്ങളൊക്കെ നോക്കി, പരിസരവും സമീപവും മൃതദേഹവും ചുറ്റുപാടുകളൊക്കെ നോക്കി, മരണം ആത്മഹത്യക്കാണോ ചാൻസ്, കൊലപാതകത്തിനാണോ ചാൻസ് എന്നൊക്കെ നോക്കി, ആത്മഹത്യയാണെങ്കിൽ ഉള്ള നടപടികൾ ആദ്യം മൊഴി എടുക്കാം. ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും ആരാണ് ആദ്യം കണ്ടത്, നിങ്ങൾ കണ്ട സാഹചര്യം എന്തായിരുന്നു, എപ്പോൾ കണ്ടു, ആരുമായിട്ട് ബന്ധം ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ബന്ധങ്ങൾ A to Z കാര്യങ്ങൾ എടുത്ത് മൊഴി എടുത്ത് FIR ഇടണം. FIR ഇട്ടിട്ട് വേണം ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി അവർക്ക് വിടുവാനായിട്ട്. അപ്പോൾ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളാണ് ഇൻക്വസ്റ്റ്. അതായത് 10 മണിക്ക് തുടങ്ങി 11:30 തീർക്കാൻ പാടില്ല. അതിന് മേള എത്രയായാലും കുഴപ്പമില്ല, നീണ്ടുപോവാം. തീർക്കുന്ന ടൈം 10 to 11:30. ഒരു ഉദാഹരണമാണ്, കൃത്യം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഏത് സമയത്താണെങ്കിലും. അത്രയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് അതിലെ സംശയങ്ങളും, ഇനി ഫോറൻസിക് വരണ്ടാണെങ്കിൽ ഫോറൻസിക്കിനെ വിളിച്ച് അവരുടേതായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അത് കഴിഞ്ഞ് പിന്നെ അത് ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം പൂർവ്വസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ അഴിച്ചിറക്കിയ സ്ഥിതി, നമ്മൾ മലത്തിയെടുത്തു സ്ഥിതിയിലേക്കാക്കി അതിൻ്റെ നഗ്നത മറിച്ച് മൃതദേഹം പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞ് അതിനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ആ മൃതദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഏത് മൃതദേഹമാണ് അവിടെ ആദ്യം സീനിയോറിറ്റി, ഏത് ഹോസ്പിറ്റലിൽ വന്നവർക്കാണ് ആദ്യം വന്നവർക്ക് സീനിയോറിറ്റി, അതിന് മുമ്പ് അവിടെ അത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പോലീസ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിച്ച സംശയങ്ങളും കാര്യങ്ങളും പൂർത്തീകരിച്ച പേപ്പർ
ഡോക്ടർക്ക് കൈമാറി അടുത്ത ചിലപ്പോൾ എപ്പോഴാണ് സമയം പറഞ്ഞാൽ അപ്പോൾ കയറ്റാൻ പറയും. നമ്മൾ കയറ്റി മെഡിക്കൽ കോളേജിലാണെങ്കിൽ ത്രാസ് ഉണ്ട്. ത്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രാസ് ഞാൻ പറയണ ഇലക്ട്രിക് മൃതദേഹം കിടത്തുന്ന തൂക്കണം. അതിന്റെ ഭാരം സ്ട്രെച്ചർ ഉൾപ്പെടെ ഭാരം തൂക്കി അവിടുത്തെ ട്രെയിനിൽ ബന്ധുക്കളാണ്, അത് ബന്ധുക്കളുടെ കടമയാണ്. ഇപ്പം നമ്മൾ ബന്ധുക്കൾ പഴക്കമുള്ളതുകൊണ്ട് നമ്മൾ ബന്ധുക്കളൊന്നും തോന്നുന്നു നമ്മൾ തന്നെ എല്ലാം ചെയ്ത് കിടത്തി തിരിച്ചിറങ്ങും. പോസ്റ്റ്മോർട്ടം അതുപോലെ 1.5 മണിക്കൂർ നീണ്ട കർമ്മങ്ങളാണ്. 1.5 മണിക്കൂർ പോലെ എത്ര വേണേൽ നീണ്ടു പോവാം. 1.5 മണിക്കൂറാണ് പോസ്റ്റ്മോർട്ടത്തിന്. എത്ര മൃതദേഹങ്ങൾ എടുത്തിട്ടുണ്ടാവും? എടുത്തതിനൊന്നും കണക്കുണ്ടാവൂല. എത്ര എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും കണക്ക് പറയാൻ പറ്റില്ല. ഏകദേശം 32,000 മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. 3000-ഓളം എന്നാണ് കണ്ടത്. 2000-ഓളം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. അനാഥ മൃതദേഹങ്ങൾ മാത്രം. അനാഥ മൃതദേഹങ്ങൾ മാത്രമാണ് ഈ 2000-ഓളം വരുന്നത്. എടുത്തതിന് മൃതദേഹത്തിന് കണക്കുണ്ടാവൂല. എടുത്തത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല എത്രയാണെങ്കിലും. 2000-ഓളം അനാഥ മൃതദേഹങ്ങൾ മാത്രം അടക്കം ചെയ്തിട്ടുണ്ട്. അനാഥ അടക്കം ചെയ്യുന്ന എല്ലാ അനാഥ മൃതദേഹങ്ങൾക്കും കണക്കുണ്ട്, നമുക്കുണ്ടാവും. ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും വന്നാൽ എടുത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആ മൃതദേഹം. എവിടെ കുഴിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിയണം. ഇതിപ്പോൾ എൻ്റെ ഇത് അവസാനിച്ചാൽ ഒരു ബുക്ക് ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് പോലീസിന് പോകും. അതപ്പോൾ ആ ബുക്കിൽ ഏത് ടാങ്ക് എത്രാമത്തെ ഇതിലാണ് മൃതദേഹം അതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അടക്കം ചെയ്തതിന് ശേഷം ആൾക്കാർ വന്നിട്ടുണ്ട്. രണ്ടാൾ വന്നിട്ടുണ്ട്. ഒരാൾ എടുത്തും പോയിട്ടുണ്ട്. ഗോവ അല്ല ഒരു പെൺകുട്ടിയുടെ ഗോവക്കാരി, അവർ മാത്രം എടുത്തും പോയിട്ടുള്ളൂ. അപ്പൊ എടുത്തിട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. നശിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമുക്ക് സൂക്ഷിക്കണം. പരമാവധി മൃതദേഹം അഴുകാലും അസ്ഥി ദ്രവിക്കാതെ സൂക്ഷിക്കണം. അപ്പൊ ഇത് അടക്കം ചെയ്യാം, കത്തിക്കല്ല? ഇല്ല, കുഴിച്ചിടും. 174 പെടുന്ന അൺനോൺ ഫീമെയിൽ ഓർ മെയിൽ ഏത് മൃതദേഹമാണെങ്കിലും നമ്മൾ നിയമപ്രകാരം 4 ദിവസം, മാനുഷിക പരിഗണന 8, 10, 15, 1 മാസം. പെൺകുട്ടീനെ കെട്ടിത്താത്തി 2.5-3 മാസം വരുന്നുണ്ട്. ആലുവിൽ പെൺകുട്ടീനെ കെട്ടിത്താത്തി 3 മാസം മൃതദേഹം വരുന്നത്. ഇപ്പം കാരണം പെൺകുട്ടീനെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. ഇപ്പം നമ്മുടെ സൂരജിലാമ്മയുടെ ഏകദേശം മകൻ DNA കിട്ടിയാലേ ഉറപ്പാക്കുള്ളൂ. ഇപ്പോഴും ഇത്രയും കാലമായിട്ട് ഫ്രീസറിലിരിക്കുക. ബാക്കി അത് മാനുഷിക പരിഗണനയാണ്. ഒക്കെ വെച്ച് നോക്കും. 4 ദിവസം നിയമം. ബാക്കി മാനുഷിക പരിഗണന ആരും വന്നില്ലെങ്കിൽ ആ മൃതദേഹം നമ്മൾ മുനിസിപ്പാലിറ്റിക്ക്, അതാണ് നമ്മുടെ ഇവിടുത്തെ കഴിവുകേട്. ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ പോലീസ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കത്ത് കൊടുക്കണം, അപേക്ഷ കത്ത് കൊടുക്കണം. ഈ മൃതദേഹം അടക്കം ചെയ്യാൻ 6 അടി മണ്ണ് തരാൻ മുനിസിപ്പാലിറ്റിക്ക്, അതോ പഞ്ചായത്തിനോ കോർപ്പറേഷനോ പോലീസ് അപേക്ഷയും കൊടുത്ത് കാത്ത് കെട്ടി നിൽക്കണം. അവരുടെ സമയത്തിന് അവർ വിചാരിക്കണം. ഇനി അവർ പറയുകയാണ് ഇവിടെ സ്ഥലമില്ലെങ്കിൽ ഇത് പോലീസിന്റെ പാടാ, ഇത് കൊണ്ടുപോയി നടക്കലും അന്വേഷിച്ചെടുക്കണം. പോലീസ് കറന്ന് വൃത്തിയാകുമ്പോൾ നമ്മൾ അന്വേഷിച്ചെടുക്കും ആണ്. അപ്പൊ ഈ ശരീരം അത്രയും ദിവസം അവിടെ ഇരുന്ന് ഇതാവല്ലേ ചെയ്യാ? അത് ശരിക്കും ഒരു മൃതദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? പിന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആലുവ ഭാഗത്ത് മരണപ്പെട്ട മൃതദേഹത്തിന് മാത്രമേ ആലുവയിൽ അടക്കം ചെയ്യാനുള്ള അനുവാദമുള്ളൂ. എല്ലായിടത്തും അടക്കം ചെയ്യണ ശ്മശാനം ഇല്ല തന്നെ. കേരള സർക്കാരിൻ്റെ കീഴിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ കുഴിച്ചിടുന്ന ശ്മശാനങ്ങളിൽ എല്ലായിടത്തും ഇല്ല. എത്ര സ്ഥലത്ത്, അതിപ്പോൾ ഉദാഹരണം പറയണ, ഇപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റി ഞാൻ ഉദാഹരണം എടുത്ത് പറയുന്നതാണ്. പങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ പാതിക്ക് വെച്ച് എവിടെയോ ഭാഗത്ത് വെച്ച് ഒരാൾ ചികിത്സയിൽ അവശ്യ നിലയിലായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാക്കിയിട്ട് അവിടെ കിടന്ന് മരണപ്പെട്ടത്. അദ്ദേഹം വീണത് എവിടെ? അങ്കമാലി. മരണപ്പെടുന്നത് കളമശ്ശേരി. ശരി, ആലുവക്കാരൻ. ആലുവയിൽ താമസിച്ച് ഇവിടെ കിടന്ന് ഭിക്ഷാന്തേഹിയായി നടന്നവൻ ആണ്. പക്ഷെ ഇവിടെ 3 പേര് തട്ടിക്കളിക്കും. 3 പേര് ഇത് അറിയില്ല, കേൾക്കൂല. കളമശ്ശേരി സ്വദേശിയുടെ അല്ല, ആലുവക്കാരന്റെ അല്ല, അങ്കമാലിക്കാരന്റെ. അവിടെ ഏറ്റവും വലിയ തടസ്സം ഒരു മൃതദേഹം ഒന്നാമത്തെ ഉണ്ടല്ലോ, മൃതദേഹം മറ്റാരുടെയോ ആണ്, മറ്റെന്തോ ആണ്. അതാദ്യം അവനവൻ്റെ അല്ല, അതാണ് ഏറ്റവും വലിയ തടസ്സം. രണ്ടാമത്തെ, നിലവിൽ വേണ്ടത്ര സൗകര്യമുള്ള ശ്മശാനങ്ങൾ നമ്മുടെ ഇവിടെ ലഭ്യമല്ല. മൂന്നാമത്തെ, ഇതിന് ഒരുപാട് ചിലവുണ്ട്. കുഴി കുത്തണമെങ്കിൽ 2 പേര് വേണം. ഈ നമ്മളിവിടെ അനാഥമായിട്ട് വന്നത് ഒന്നിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിരൂപമായതോ അല്ലെങ്കിൽ പഴക്കം ചെന്നതോ ഉപയോഗിച്ചതോ കൂടുതലും വന്നത് അങ്ങനെയാണ്. ഇവരെ വരേണ്ട വരും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം, അവർ വരണം. അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട്. മണ്ണില്ല, കുഴിച്ചിട്ട് ഇപ്പം ഫില്ലായി എന്ന് പറയാം. ശരിയാണ്. പരമാവധി ശ്മശാനങ്ങളൊക്കെ ഇപ്പം നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചുമേങ്ങ ശ്മശാന ടാങ്ക് മൊത്തം നിറഞ്ഞിടക്കെ. ഇനിയിപ്പോൾ അവരെ കൊണ്ട് ഇല്ല, കുഴി കുത്താൻ പറ്റില്ല, കൊളപ്പാറയാണ്, റിജക്റ്റ് ചെയ്യും. ഫുള്ളാണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഓരോ തടസ്സങ്ങൾ. പിന്നെ പണിയെടുക്കണം, ശരിക്കും അവിടെ പണിയെടുക്കണം. ശ്മശാനത്തിൽ പണിയെടുക്കണം. മൃതദേഹം കുഴിക്കുമ്പോൾ 3 അടിക്ക് കുഴിച്ചാൽ പോരാ. 6 അടി നീളം, 6 അടി ആഴം, 2.5 അടി 3 അടി വീതി. ഇത്രയും കുഴിച്ചാൽ ഒരു മൃതദേഹത്തിന് പൂർണ്ണത എത്തുള്ളൂ. 6 അടി മണ്ണ്. അത്രയും കുഴിക്കാൻ ഏകദേശം ഇന്നത്തുള്ള ചൊവ്വര തെറ്റാലി ശ്മശാനം, എറണാകുളം ജില്ലയിൽ ചൊവ്വര തെറ്റാലി ശ്മശാനം ഒഴികെ ബാക്കി ഏത് ശ്മശാനത്തിലും ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ മേപ്പോട്ട് സമയം വരും. അധ്വാനിക്കണം, സമയലഭ്യത, ആ ജോലി. ആ സമയത്ത് ഈ ഇത്രയും പേര് പണിക്കാർ റിസ്ക് എടുക്കില്ല. ഇവരെ വേറെ പ്രസിദ്ധീകരിക്കും. നമ്മളാണ് ഏൽപ്പിച്ചാൽ നമ്മൾ കൊണ്ടുപോകണം. പണിക്കാർക്ക് കൊടുക്കേണ്ട പൈസ ഇതൊക്കെ ചിലവാ. നമ്മൾ പ്രൈവറ്റായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കണം. അതപ്പോൾ പോലീസിനെ ബാധിക്കും. ആ പൈസ ഇട്ട് ഇവർ തരയില്ല. ഇവരെ ഏറ്റെടുത്തോളാന്ന് പറയും, അടക്കം ചെയ്തോളാന്ന് പറയും.
ഇപ്പം അവർ കൊണ്ടുപോകുമ്പോൾ ഒരു 1-2 അടി കുഴിക്കുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. മൃതദേഹം ഏതെങ്കിലും മൃഗങ്ങളോ മറ്റോ തോണ്ടി ഫ്രഷ് ആകുമ്പോൾ തോണ്ടി പുറത്തേക്ക് ഇടും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും കത്തിക്കാനും പാടില്ല.